സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ അബ്ദുൾ റഹീം എന്ന സഹോദരന് ആശ്വാസകരമായി സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. സൗദി ജയിലിൽ റിയാദിൽ കഴിയുന്ന അദ്ദേഹത്തിന് വളരെ ആശ്വാസകരമാണ്. കാരണം അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പക്ഷേ ഇനി അദ്ദേഹത്തിന് ആ ശിക്ഷയോട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. കാരണം അതായത് റഹീമിന് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന ആ ഹർജിയാണ് നമ്മുടെ സൗദി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. 20 വർഷമായിട്ട് അദ്ദേഹം തടവറയിൽ കിടക്കുകയാണ്. ആ 20 വർഷത്തെ തടവ് ശിക്ഷ മാത്രം മതി എന്ന കീഴ്ക്കോടതിയുടെ വിധിയാണ് നമ്മുടെ സുപ്രീം കോടതി സൗദിയിൽ ശരിവെച്ചിരിക്കുന്നത്. ഹർജി തള്ളിയതോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ജയിൽ ശിക്ഷ പൂർത്തിയാക്കി അടുത്ത വർഷം തന്നെ നമ്മുടെ റഹീമിന് പുറത്തിറങ്ങാം എന്നുള്ള ഒരു ഉറപ്പ് ആയിട്ടുണ്ട്. സൗദിയിലെ ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് നമ്മുടെ കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത്. മരിച്ച സൗദി ബാലൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്ന 34 കോടി രൂപ ദയാധനം നൽകിയതോടെ അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ 2-ന് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 20 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിച്ചു. 2026 ഡിസംബറിൽ കേസിന് 20 വർഷം തികയുകയും ചെയ്യും. അപ്പോൾ ആ സമയം റഹീമിന് ശിക്ഷ മതിയായതായി ഇറങ്ങാൻ കഴിയും എന്നുള്ള ആ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ മാത്രം ഒരു വർഷത്തെ ഇതിൽ മാത്രം 13 സിറ്റിംഗാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ കേസിൽ സൗദിയിൽ സുപ്രീം കോടതിയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പക്ഷേ 34 കോടി രൂപ കൊടുത്തിട്ട് ദയാധനം കൊടുത്തു, അത് സ്വീകരിച്ചു എങ്കിലും ഇനിയും അദ്ദേഹത്തിന് തീർപ്പ് ആവാത്ത വിധം ജയിൽ മോചനം അനന്തമായി ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 13 സിറ്റിങ്ങോട് കൂടി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അന്തിമ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ 20 വർഷത്തെ ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാകും. കീഴ്ക്കോടതി വിധിച്ച ആ വിധിയെ സൗദിയിലെ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു തരത്തിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു വർഷം കൂടെ അദ്ദേഹം അവിടെ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ കഴിയും എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊന്നുമ്മ ഒരുപാട് നാളായി കഷ്ടപ്പെടുകയും പലരുടെയും മുന്നിലും സഹായഹസ്തമായി അവർ ചെല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഉമ്മയുടെ കണ്ണുനീരിന് പടച്ചവൻ കൊടുത്ത ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇതിനെ നമുക്ക് കാണാം. ആ ഉമ്മയുടെ കണ്ണുനീര്, ആ ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മകനെ ഒന്ന് നേരിൽ കണ്ട് ഒന്ന് കണ്ണടയ്ക്കണം, എൻ്റെ അടുക്കൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഉമ്മായുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിനാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അബ്ദുൾ റഹീമിനും ആ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വലിയ ആശ്വാസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ വാർത്ത കേട്ട അദ്ദേഹത്തിനും ഉമ്മായ്ക്കും കുടുംബത്തിനും ഒക്കെ അതും അതിനേക്കാൾ ഉപരി സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടായിരിക്കാം തോന്നുന്നത്. നമുക്കും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാം. പ്രവാസിയായി പോകുന്ന ഓരോ വ്യക്തികളും സ്വന്തം കുടുംബത്തെയും നാടിനെയും ഒക്കെ വിട്ട് പോയി അവരെ ജീവിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ പറ്റിയ അദ്ദേഹം മനഃപൂർവ്വമല്ലാതെ പറ്റിയ സംഭവമാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മായുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി തന്നെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ ഉടൻ തന്നെ കഴിയുന്നതായിരിക്കും. അപ്പോൾ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബത്തിനും ഒരാശ്വാസം ഉണ്ടാകട്ടെ. അവർക്കും ഒരു സമാധാനപരമായൊരു മനസ്സ് അള്ളാഹു കൊടുക്കട്ടെ. എന്തായാലും രണ്ട് കൂട്ടരും ഒരു രീതിയിൽ എത്തിയതോടുകൂടി ഏകദേശം ഒരു ഇതിലെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സഹായത്തോടു കൂടി സമാഹരിച്ചതാണ് 1.5 കോടി റിയാൽ, അതായത് ഇന്ത്യൻ രൂപ 34 കോടി രൂപയാണ് ദയാധനം അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി നൽകിയത്. കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം മാപ്പ് നൽകിയത് പോലും ആ പണം കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരാശ്വാസമായി മാറട്ടെ. അപ്പോൾ എൻ്റെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്.